ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും താജ് ബീച്ചിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ചെറുപയർ ദോശയാണ് കേട്ടോ. ചെറുപയർ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ദോശ ഉണ്ടാക്കാൻ നോക്കാം. വളരെ ക്രിസ്പി ആയിട്ടുള്ള ദോശ കേട്ടോ, നല്ല ഇങ്ങനെ മൊരിഞ്ഞ് ഞെരിഞ്ഞിരിക്കുന്ന ദോശ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറുപയറും അരിയും കൂടെ കുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അളവ് എന്താണെന്ന് ഞാനിവിടെ പറഞ്ഞുതരാം കേട്ടോ. 5 മണിക്കൂർ കുതിർത്തിയതാണ്. 2 കപ്പ് ചെറുപയർ കേട്ടോ. പച്ചരി 4 ടേബിൾ സ്പൂണാണ് കേട്ടോ എടുത്തേക്കണത്. അപ്പോൾ 2 കപ്പ് ചെറുപയറും 4 ടേബിൾ സ്പൂൺ പച്ചരിയും കൂടെ 4-5 പ്രാവശ്യം കഴുകിയിട്ട് 5 മണിക്കൂർ കുതിർത്തിയതാണ് കേട്ടോ. ഇത് നമുക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന ചെറുപയറല്ലേ മിക്സിയുടെ വലിയ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ മിക്സിയുടെ ജാറിൽ എത്രയാണ് നമുക്ക് ചേർത്ത് ഇറക്കാൻ പറ്റുന്ന വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കുക. ബാക്കി അതിൻ്റെ മുകളിലേക്ക് മാത്രം അധികം വെള്ളം ചേർക്കരുത്. അതിൻ്റെ മുകളിൽ നികന്ന് നിൽക്കണം അത്രയും വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് അരച്ചെടുക്കാം. വെള്ളം കൂടി പോകരുത് കേട്ടോ. അരച്ചെടുക്കുന്ന സമയത്ത് ഭയങ്കര ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കാൻ വേണ്ട, എന്നാൽ ഭയങ്കരമായിട്ട് തരിയായിട്ട് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അങ്ങനെ മീഡിയം ലെവലിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അതിലേക്ക് പച്ചമുളക് ഒരെണ്ണവും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ 2 പീസാക്കി ഇട്ടിട്ട് കൊടുത്താണ്. പച്ചമുളക് എരിവുള്ളതിൻ്റെ പേരിലാട്ടോ ഞാൻ ഒരെണ്ണം എടുത്തേക്കണത്. എരിവൊക്കെ ഇല്ലാത്തതിൻ്റെ പച്ചമുളകാണെങ്കിൽ 2 എണ്ണമൊക്കെ എടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടെ ചേർക്കാം. ഇനി നമുക്കത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ആദ്യത്തെ ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് 3 ബാച്ചായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പം മിക്സിയിൽ ഒരുപാട് തിക്കി നിറച്ച് നമ്മൾ അരച്ചെടുക്കരുത്. മോട്ടറിന് നല്ല ചൂടാവുകയും ചെയ്യും, നന്നായിട്ട് അരഞ്ഞ് കിട്ടുകയും ചെയ്യില്ല. അപ്പോൾ മിക്സിയുടെ ജാറിൻ്റെ പാതിക്ക് വെച്ച് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ അരമണിക്കൂർ നമ്മളിതിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പണിയും കൂടെ ചെയ്തിട്ട് വരാം. അപ്പോൾ ഈ ദോശയുടെ ഉള്ളിൽ ചെറുതായിട്ടൊരു ഫില്ലിംഗ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ക്യാരറ്റ് ഇതുപോലെ തൊലി കളഞ്ഞെടുത്തതാണ്. എന്നിട്ട് നമുക്കത് ഗ്രേറ്ററിൽ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതേപോലെ ചെറിയ വശം വെച്ച് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റ് നമുക്ക് ഒരു ചെറിയ ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാള അരിഞ്ഞെടുത്തിട്ട് വളരെ ചെറുതാക്കിയിട്ട്, വലിയ സവാളയെങ്കിൽ അതിൻ്റെ പാതി എടുത്താൽ മതി. അതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ്, അതും കൂടി നമുക്ക് ചേർക്കാം. ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ പച്ചമുളക് പഴുത്തതാണ് കേട്ടോ. തീരെ എരിവില്ലാത്ത കാശ്മീരി ചില്ലിയാണിത്. അപ്പോൾ അതിൻ്റെ പേരിലാണ് റെഡ് കളറ്, പക്ഷെ അത് ഒട്ടും തന്നെ എരിവില്ല. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ദോശത്തവ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ചൂടൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരുപാട് ചൂടുണ്ടാവുന്ന സമയത്ത് നമ്മൾ ദോശ വെച്ചിട്ട് മാവ് ഇങ്ങനെ ഉരുണ്ട് വരും. അപ്പോൾ എന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു തുണിയോ വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കും. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെറുപയർ ബാറ്ററില്ലേ അത് ഒഴിച്ചിട്ട് നന്നായിട്ട് നമ്മൾ ഗീ റോസ്റ്റും മസാല ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ദോശ പരത്തില്ല നന്നായിട്ട് നൈസാക്കി പരത്തിയിട്ട് അതേപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക കേട്ടോ. ഇനി ദോശ തവയിൽ കിടന്നിട്ട് നന്നായിട്ട് മൊരിച്ചിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണിത്. കാരണം അരി എന്നൊക്കെ പറഞ്ഞാൽ ആകെ 4 ടേബിൾ സ്പൂണേ നമ്മൾ ചേർക്കണുള്ളൂ. കൂടുതലും ഇതിൽ ചെറുപയർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. എന്നാലും ഡിഫറെൻ്റായിട്ട് നമ്മൾ എപ്പോഴും തയ്യാറാക്കുന്ന പോലെയല്ല, പച്ചക്കറികളൊക്കെ ചേർത്തിട്ട് നല്ല രീതിക്ക് കഴിക്കാവുന്നൊരു ദോശയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ബട്ടറോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചേർത്തേക്കുന്നത് ബട്ടറാണ് കേട്ടോ. എന്നിട്ട് അതിങ്ങനെ മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു വശത്തേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ മിക്സിലെ അത് ചേർത്ത് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഇഷ്ടമെന്നുണ്ടെങ്കിൽ നമ്മൾ 4 ടു മാക്സിമം 5 മണിക്കൂർ, അതിൽ കൂടുതലാവരുത് കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദോശ കൂടുതൽ കുതിർന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റായിപ്പോവും, ക്രിസ്പി ആവില്ല കേട്ടോ. അപ്പോൾ ക്രിസ്പി വേണമെന്നുള്ളവർ ഇത് ശ്രദ്ധിക്കുക, അധിക നേരം കുതിരാനിടരുതേ. അപ്പോൾ അതിൻ്റെ അടിവശമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരുന്നവരെ നമ്മൾ ഒത്തിരി ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ.
ഇപ്പോൾ അതേ സൈഡ് ഭാഗവും അടിഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് പതുക്കെ അത് റോൾ ചെയ്തെടുക്കണേ. അപ്പോൾ എല്ലാ വശവും മൊരിഞ്ഞിട്ട് വരുമ്പോൾ നമുക്കത് 4 ഭാഗത്തുനിന്നും വിടിയിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും കേട്ടോ അത് എത്രത്തോളം ക്രിസ്പി ആയിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത്രയധികം ഹെൽത്തി ആയിട്ടുള്ള കൂടെ ഒരു ദോശയും കൂടിയാണ് കേട്ടോ അത്. അപ്പോൾ ഇനി പതുക്കെ നമുക്ക് ഇതിങ്ങനെയാണ് ചുരുട്ടിയെടുക്കുക. അപ്പോൾ ഉള്ളിൽ വെജിറ്റബിൾസൊക്കെ ഉള്ളതിൻ്റെ പേരിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. തേങ്ങാ ചട്നിയോ ഉള്ളി ചട്നിയോ ഒക്കെ വെച്ചിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഈ ദോശ നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്ക്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും. ബൈ ബൈ.